മിശിഹായിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ പുണ്യപിതാവിൻ്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമുക്കെല്ലാവർക്കും പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. അനേകായിരം ഹൃദയങ്ങളിൽ മാർ ഇവാനിയോസ് പിതാവ് ഒരു വിശുദ്ധനാണ്. ഒരുപക്ഷെ സഭ ഔദ്യോഗികമായിട്ട് പിതാവിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വിശുദ്ധനായി ജീവിക്കുന്നു. എന്താണ് ഈ വിശുദ്ധിയുടെ കാരണം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഒന്നാമതായി മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. തനിക്കുണ്ടായിരുന്ന സമ്പത്ത്, തൻ്റെ ഉദ്യോഗം, തൻ്റെ കുടുംബം, ബന്ധുജനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രശസ്തി, സമൂഹത്തിൽ ലഭിക്കാവുന്ന മറ്റുന്നതികളെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരു താപസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വിശുദ്ധിയുടെ കാരണം. രണ്ടാമതായിട്ട് സഭകളുടെ ഇടയിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ, വ്യവഹാരങ്ങൾ, അനൈക്യം, ഇതിനെതിരായിട്ട് നിന്നുകൊണ്ട് ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന് നിരന്തരം പ്രയത്നിക്കുകയും ചെയ്തു. മൂന്നാമതായിട്ട് എല്ലാവരുടെയും മുൻപിൽ ഒരു ഭിക്ഷുവിനെ പോലെ ഭിക്ഷയാചിക്കാൻ തയ്യാറായി. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ മുൻപിൽ, സാധാരണക്കാരായ ആളുകളുടെ പോലെ മുൻപിൽ കൈനീട്ടിക്കൊണ്ട് കിട്ടുന്നതൊക്കെയും വാങ്ങി മറ്റുള്ളവർക്ക് നൽകാൻ തയ്യാറായി. നാലാമതായിട്ട് വലിയ ആഴമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ പിതാവ് വേദനയോടുകൂടി, കണ്ണീരോടുകൂടി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. അഞ്ചാമതായിട്ട് പിതാവിൻ്റെ ജീവിതത്തിൽ വിശ്വസ്തതയുള്ള ദൈവത്തിൻ്റെ ദാസനായിരുന്നു. വിശ്വസ്തതയോടുകൂടി ദൈവസന്നിധിയിലും സഹോദരങ്ങളുടെ ഇടയിലും ജീവിക്കുവാൻ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ് വിശുദ്ധിയുടെ മറ്റൊരു തലം. ഇങ്ങനെ നോക്കിയാൽ ഇനിയും ധാരാളം നന്മകൾ നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു മാർ ഇവാനിയോസ് പിതാവ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ പിതാവ് വിശുദ്ധനായി ജീവിക്കുന്നു. പദയാത്രകളിലൂടെയും മറ്റു പ്രാർത്ഥനകളിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെയും പിതാവിൻ്റെ സന്നിധിയിൽ വന്ന് അനേകായിരങ്ങൾ രോഗശാന്തി നേടുന്നു. പിതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അവിടെ സംഭവിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പിതാവ് വിശുദ്ധനായി ജീവിക്കട്ടെ. സഭ പിതാവിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കട്ടെ.